പത്തനംതിട്ട കോന്നിയിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു രക്ഷാപ്രവർത്തനം നടന്നു. അത് മറ്റൊന്നും ആയിരുന്നില്ല. പ്രവീൺ എന്ന് പറയുന്ന ഒരു കുട്ടി അദ്ദേഹത്തിന്റെ സഹോദരിയെ കത്തി അമരുന്ന വീടിന്റെ മേൽക്കൂരയിലൂടെ രക്ഷപ്പെടുത്തിയ വാർത്തയാണ്. ഇതൊരു ദുരന്തത്തിന്റെ പരിസമാപ്തിയായിരുന്നു ഈ രക്ഷപ്പെടലും ഒക്കെ. ആ ദുരന്തം ഇങ്ങനെയാണ്. മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ട്, ഇടുക്കിയിൽ ഒരു അപ്പൻ മകനെയും സ്വത്ത് തർക്കത്തിന്റെ ഭാഗമായി മകനെയും കുടുംബത്തെയും ഇല്ലായ്മ ചെയ്യാൻ അവരുടെ കിടപ്പുമുറിയിലേക്ക്, അവരുടെ ബാത്റൂമിലേക്കൊക്കെ തീയിട്ട് അവരെ ഒന്നടങ്കം കൊലപ്പെടുത്തിയ ഒരു സംഭവം, ദാരുണമായ സംഭവം കേരളത്തിന് ഓർമ്മയുണ്ട്. അതിൽ ശിക്ഷ ഈ അടുത്ത കാലത്താണ് ആ പ്രതിക്ക് ശിക്ഷയൊക്കെ വിധിച്ചത്. അതുകൊണ്ട് ആ കേസ് മനസ്സിലുണ്ട്. ഇവിടെ നടന്നത് എന്ന് പറഞ്ഞാൽ കോന്നിയിലെ ഒരു വീട്ടിൽ രണ്ടാനച്ഛൻ, അമ്മ, 2 മക്കൾ. അമ്മയുടെ പേര് രജനി, സിജു പ്രസാദ്, രജനി, പ്രവീൺ, പിന്നെ ഇളയ മകൾ. ഈ 4 പേരാണ് ആ വീട്ടിൽ താമസം. അപ്പോ ഇയാൾക്ക് സ്വത്ത് തർക്കം. ഇത് രജനിയുടെ 2ാം ഭർത്താവ്. സ്വത്ത് തർക്കത്തിന്റെ ഭാഗമായി ഇവിടെ ബഹളമൊക്കെ പതിവാണെന്ന് അയൽക്കാർ പറയുന്നു. ഇയാൾ കഴിഞ്ഞ ദിവസം ഈ അമ്മയും മക്കളും കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ മുറി പുറത്തു നിന്ന് പൂട്ടി. എന്നിട്ട് വീടും പൂട്ടിയ ശേഷം ടിന്നർ, പെയിന്റ് അടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വസ്തു, അത് പെട്ടെന്ന് ആളിപ്പടരുന്നതാണ്. അത് ജനാല വഴി ബെഡ്റൂമിലേക്ക് ഒഴിച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നു. എല്ലാവരെയും ഒരുമിച്ച് ഇല്ലാതാക്കുക എന്നതായിരുന്നു ഈ സിജു പ്രസാദ് എന്ന് പറയുന്ന രണ്ടാനച്ഛന്റെ ലക്ഷ്യം. എന്നിട്ട് ഇയാൾ സംഭവ സ്ഥലത്ത് നിന്ന് കടന്നു കളയുകയും ചെയ്തു. അയാളെ പോലീസ് പിന്നീട് പിടികൂടി എന്നത് മറ്റൊരു വാസ്തവം. അപ്പോ ഈ ടിന്നർ ദേഹത്ത് വീണ ഉടൻ ഈ മകൻ എണീറ്റ് നോക്കുമ്പോൾ തീ പടരുകയാണ്. അപ്പോൾ ഇയാൾ പെട്ടെന്ന് തന്നെ മേൽക്കൂരയുടെ കഴുക്കോലിൽ പിടിച്ച് മേൽക്കൂര ഓട് പൊളിച്ചു കളഞ്ഞിട്ട് ഈ സഹോദരിയെ കയ്യിൽ പിടിച്ച് രക്ഷപ്പെടുത്തി. എന്നിട്ട് തന്റെ ദേഹത്ത് പൊള്ളലേൽക്കുന്നുണ്ട്, തീ പടരുന്നുണ്ട്. അത് വകവയ്ക്കാതെ അമ്മ രജനിയെയും രക്ഷപ്പെടുത്താൻ ഈ മകൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് പരാജയപ്പെട്ടു. അതിനു മുന്നേ തന്നെ ഈ വീട് കത്തുന്നത് കണ്ട് നാട്ടുകാരുടെ കൂട്ടനിലവിളി, വീട്ടിലുള്ള പ്രവീണിന്റെയും അതുപോലെ ഇളയ സഹോദരിയുടെയും അമ്മയുടെയും നിലവിളി, ഇതൊക്കെ നാട്ടുകാർ കേട്ട് നാട്ടുകാർ ഓടിയെത്തി. പെട്ടെന്ന് തന്നെ അടച്ചിട്ടുന്ന വാതിലൊക്കെ ചവിട്ടി പൊളിച്ച് അമ്മ ആ ലേഡിയെയും രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു. അവർക്ക് ഗുരുതരമായ പൊള്ളലേറ്റിട്ടുണ്ട്. പ്രവീണിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പക്ഷെ ഇളയ സഹോദരിക്ക്, പ്രവീൺ രക്ഷപ്പെടുത്തിയ ആ പെൺകുട്ടിക്ക് പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അത് വലിയ രക്ഷാപ്രവർത്തനം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ നീചമായ, ഇങ്ങനെ ക്രൂരമായ ഒരു പ്രവൃത്തി ഒരാൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്ഷന്തവ്യമായ സംഭവം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. സ്വത്തിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും. ഇപ്പോ നാഴികയ്ക്ക് 40 വാർത്തകൾ വരുന്നത് ഇങ്ങനെയാണ്. കോട്ടയത്ത് കമിതാക്കൾ ആത്മഹത്യ ചെയ്തു. അത് 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 24 വയസ്സുള്ള ചെറുപ്പക്കാരനുമാണ് ലോഡ്ജ് മുറി എടുക്കുന്നു. തലേദിവസം ലോഡ്ജ് മുറി എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ അവര് കാണാതാകുമ്പോൾ പോലീസും ഫയർഫോഴ്സും ഒക്കെ വന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ അവർ രണ്ടുപേരും ഫാനിൽ മരിച്ച് നിൽക്കുകയാണ്. അപ്പോ അവിടെയും ആത്മഹത്യാ കുറിപ്പുണ്ട്. ഒരുമിച്ച് ജീവിക്കാൻ സമൂഹം അനുവദിക്കുന്നില്ല, അതുകൊണ്ടാണ് ചെയ്യുന്നത്. ആസിയ എന്നൊരു പെൺകുട്ടിയാണ്. അപ്പോ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇത് പക്ഷെ ഒരു കൂട്ടക്കൊലപാതകത്തിന്റെ ആസൂത്രണം, ടിന്നർ, അതായത് വളരെ ആശ്വസിച്ച് വളരെ സമാധാനപരമായി കിടന്നുറങ്ങുന്ന വ്യക്തികളുടെ ദേഹത്തേക്ക് ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള തീ ആളിപ്പിടിക്കുന്ന രാസപദാർത്ഥം പോലുള്ള സംഭവം ഒഴിച്ച ശേഷം അതിൽ തീ പടർത്തി അയാൾ രക്ഷപ്പെടുക. ഭാഗ്യത്തിന് ആ പ്രവീൺ എന്ന ആ പയ്യൻ എണീറ്റിട്ട് സഹോദരിയെയും അമ്മയെയും രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി. സഹോദരിയെ പൂർണ്ണമായും രക്ഷപ്പെടുത്തി. അമ്മയെ ആളുകളെ വിളിച്ചു കൂട്ടി വാതിലൊക്കെ തല്ലിപ്പൊളിച്ച് അമ്മയെയും രക്ഷപ്പെടുത്തി. ആ മകന് ഏറ്റവും വലിയ അഭിനന്ദനം അർഹിക്കുന്ന മകനാണ്. അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകുന്നതിനൊപ്പം ഈ പ്രതിയെ തക്കതായ രീതിയിൽ ശിക്ഷിക്കണം. കാരണം ഇത് കൊലപാതക ശ്രമം മാത്രമായി ഒടുങ്ങിപ്പോകരുത്. ഇതൊരു വലിയ ആസൂത്രണത്തിന്റെ ഭാഗമായി നടന്ന കുറ്റകൃത്യമായതുകൊണ്ട് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരും കൃത്യമായി ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കട്ടെ.